അങ്ങനെ ഇന്നാണ് ചെറിയ പെരുന്നാൾ. ഏകദേശം ഒരു 29 ദിവസത്തെ നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നതേ പെരുന്നാളായിട്ടുള്ളത്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. പിന്നെ എവിടെ പോയാലും പേഴ്സ് എടുക്കാൻ മറക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ പെരുന്നാൾ പൈസ കിട്ടും. രാവിലെ തന്നെ ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഏതൊരു കണ്ണാടി കണ്ടാലും ഈ ഒരു പോസ് എനിക്ക് നിർബന്ധമാണ്. എല്ലാവരും റെഡി ആയി നിൽപ്പുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കുകയാണ് എൻ്റെ വലിയ. ഒരു ഇച്ചിരി ലേറ്റ് ആയെങ്കിലും നിസ്കാരത്തിന് കുറേ അധികം മുമ്പ് ഞങ്ങൾ നേരെ പള്ളിയിലെത്തി. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ കയറ്റി അങ്ങോട്ട് വിട്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് ഇനി നേരെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും ഉമ്മയുടെ വീട്ടിലേക്ക് പോകണം. കാരണം പെരുന്നാളൊക്കെ ആയില്ലേ, ഇനി എന്തായാലും 2 ദിവസം അവിടെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഈ ഒരു മിററിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിക്കണമെന്നും പറഞ്ഞാണ് പോയത്. എന്തായാലും കടയിൽ കയറിയപ്പോഴത്തേക്കും കുറച്ചധികം ലാഗ് അടിപ്പിച്ചിട്ടാണെങ്കിലും ചായ വന്നു. അവിടെ നിന്ന് നേരെ പോയത് ഉമ്മയുടെ വീട്ടിലേക്കായിരുന്നു. ചെന്നപ്പോൾ കസിൻസ് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ശോകാവസ്ഥയായിരുന്നു. എന്തായാലും മള്ളിലേക്കൊക്കെ കയറിയിരുന്ന നല്ല കാറ്റൊക്കെ കൊള്ളാം. പിന്നെ അവിടെ കുറച്ച് നേരം കാറ്റും കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ. പിന്നീട് കുറച്ച് നേരം അവരായിട്ട് സംസാരിച്ചൊക്കെ അങ്ങനെ അങ്ങോട്ടിരുന്നു. ഒരു പീക്കിരി കൊച്ചിനെ ഫുട്ബോൾ കളിച്ച് തോപ്പിച്ചെന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് ആ നിൽക്കുന്ന നിൽക്കാക്ക. എന്തൊക്കെയായാലും രാത്രി ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ കസിനിക്കൊക്കെ കൂടെ നൈസായിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി. വണ്ടി ചാർജിനിടാനാണെന്നുള്ളൊരു പേരിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാലും ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടാണ് വണ്ടി കുത്തിയിട്ടത്. എന്തായാലും ഇനി നേരെ വീട്ടിൽ പോട്ടെ.